തോറ്റ് കീഴടങ്ങാൻ ഒരിക്കലും അമേരിക്ക താൽപ്പര്യം കാണിച്ചിട്ടില്ല ഒരു കാലത്തും. ജയമാണ് അവരുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. ഇറാന് മുൻപിൽ അമേരിക്ക തോറ്റ് കീഴടങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് സാധാരണഗതിയിൽ അമേരിക്ക ആണവായുധം പ്രയോഗിക്കും. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിൽ അതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു. അതോടുകൂടി ജപ്പാൻ കീഴടങ്ങി. ജപ്പാനെതിരെ അമേരിക്ക അന്ന് ഉന്നയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇറാനുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് കൃത്യമാണ്. എന്തായിരുന്നോ ജപ്പാനെതിരെ അമേരിക്ക പറയപ്പെട്ടത്, ആ കാര്യങ്ങളെല്ലാം ഇറാനെതിരെയും ഇപ്പോൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെയും കാരണം എന്നുള്ളത് കൃത്യമാണ്. എന്നിട്ടും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു പോലുമില്ല. ഒരു രാഷ്ട്രീയ ചർച്ചയിലോ രാഷ്ട്രങ്ങളുടെ നിരീക്ഷണത്തിലോ അമേരിക്ക എന്ന രാജ്യം ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയമോ ചർച്ചയോ ഉണ്ടായിട്ട് പോലുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് അമേരിക്ക സംശയിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. ജപ്പാന്റെ കൈവശത്തിൽ ആണവായുധമില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിലും 1945 രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആണവായുധമില്ല എന്നുള്ളത് കൃത്യമാണ്. സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ പോലും. എന്താണ് രണ്ടാം ലോക യുദ്ധത്തിൽ നടന്ന സംഭവങ്ങൾ? അത് നമ്മൾ ഇറാൻ്റെ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് യോജിച്ച് വരുന്നത്, എവിടെയൊക്കെയാണ് വിഘടിച്ചു പോകുന്നത് എന്ന് പരിശോധിക്കാം. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഹിരോഷിമയിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത്. 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി അഥവാ ഹിരോഷിമയിലെ ആണവ സ്ഫോടനം നടത്തിയതിന് ശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നാഗസാക്കിയിൽ സ്ഫോടനം നടക്കുന്നത്. ഹിരോഷിമയിൽ ഏറെക്കുറെ 1 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ കൊല്ലപ്പെടുകയും നാഗസാക്കിയിൽ 1.25 ലക്ഷം മനുഷ്യന്മാർ തന്നെ കൊല്ലപ്പെട്ടു. ജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ, സസ്യങ്ങൾ, ഭൂമി പ്രതലം മറിഞ്ഞത്, കരിവായിൽ ഒഴിച്ച പോലെ ഭൂമിയായത്, അങ്ങനെയുള്ള നാശവും നഷ്ടങ്ങളൊക്കെ വേറെയും പറയാൻ വേണ്ടി പറ്റും. ലോകത്തിന് മുൻപിൽ അന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങളിത് ചെയ്തത്. അതല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളും കൊല ചെയ്യപ്പെടും, അതോടൊപ്പം തന്നെ സൈനികരും. ആ സൈനികരുടെയും ജനങ്ങളുടെയും കൊലപാതകം ഉണ്ടാവാതിരിക്കാൻ, വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി തങ്ങളത് പ്രയോഗിച്ചു. അതാണ് ഒരു കാരണം. രണ്ടാമത്, സൈനിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം തുടർന്ന് പോരുകയാണെങ്കിൽ, രണ്ടാം ലോക യുദ്ധം ജപ്പാനും അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ സഖ്യകക്ഷികളുമായിട്ട് ഇങ്ങനെ തുടർന്ന് പോരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങൾ ഉണ്ടാവും. അത് ഭാവിയിൽ തങ്ങളെ സാരമായിട്ട് ബാധിക്കും. മൂന്നാമത്തത്, ജപ്പാനിൽ നേരിട്ട് കരയാക്രമണം നടത്തിയാൽ അമേരിക്കൻ സൈന്യത്തിന് വൻ നഷ്ടമുണ്ടാകും എന്ന് കണക്കാക്കി. അതൊരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കൂടി ആ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജപ്പാനിൽ നേരിട്ട് കരയാക്രമണം നടത്തിയാൽ അമേരിക്കൻ സൈന്യത്തിന് വൻ നഷ്ടമുണ്ടാകും എന്ന്. അടുത്തത്, സോവിയറ്റ് യൂണിയൻ്റെ മുന്നേറ്റവും സോവിയറ്റ് യൂണിയൻ്റെ രീതി മാറ്റവും വലിയ രീതിയിൽ അമേരിക്കക്ക് പ്രകോപനമുണ്ടായി, അല്ലെങ്കിൽ അമേരിക്ക അതിൽ പ്രയാസപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം കൂടി രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും മാനസികമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് സർവാധിപത്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് അമേരിക്ക എത്തി. അഥവാ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് കൊണ്ടല്ല ജപ്പാൻ കീഴടങ്ങിയത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും അങ്ങനെയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ സ്ഫോടനം എടുത്തു, ജപ്പാൻ പരാജയപ്പെട്ടു, ജപ്പാൻ കീഴടങ്ങി. ജപ്പാനിൽ അന്ന് രാജഭരണമാണ്. രാജഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈനിക സംവിധാനമാണ് ആ രാജ്യത്ത് യുദ്ധം നയിച്ചത്. അവിടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം. ഇവിടെ നടന്ന സംഭവം, ഹിരോഷിമയിലും ബോംബിട്ട സമയത്തും നാഗസാക്കിയിൽ ബോംബിട്ട സമയത്തും ഈ 2 മേഖലയിലും ജപ്പാൻ്റെ സൈനികർ വലിയ രീതിയിലുള്ള ഏരിയകളാണ്. അതായത് അവരുടെ സൈനിക കോട്ടേഴ്സും സൈനിക താവളങ്ങളുമുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷവും
നാഗസാക്കിയിലെ ഹിരോഷിമ കഴിഞ്ഞ് നാഗസാക്കിയിലെ ബോംബാക്രമണത്തിന് ശേഷവും ജപ്പാൻ്റെ രാജാവ് പറഞ്ഞത് യുദ്ധത്തിന് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് സൈനികരോട്. നമ്മൾക്ക് എന്ത് ചെയ്യണം? അവരെ കീഴ്പ്പെടുത്തണം, നമ്മൾക്കതിന് സാധിക്കും എന്ന്. ആ സമയത്താണ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ യുദ്ധം കീഴ്പ്പെടാൻ, അതായത് ജപ്പാൻ പരാജയപ്പെടാൻ പ്രധാനമായ കാര്യം. സോവിയറ്റ് യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജപ്പാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തികൾ നാളെ ആരംഭിക്കാൻ പോവുകയാണ്. അത് ഹിരോഷിമയും നാഗസാക്കിയും തകരുകയും മാനസികമായ രീതിയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ജപ്പാൻ നേരിടുകയും ചെയ്യുന്നതോടനുബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ കൂടി യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയെക്കാണ് സൈനിക ബലവും ശക്തിയുള്ളത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ജപ്പാൻ എന്ത് മനസ്സിലാക്കുന്നു? സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിലും ആണവായുധമുണ്ട്, അവർ ആണവായുധം പ്രയോഗിക്കുമോ എന്ന് ഭയപ്പെട്ടു. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ ആണവായുധമില്ലായിരുന്നു. ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിൽ ആയുധമില്ലായിരുന്നു, അമേരിക്കയുടെ കൈവശത്തിൽ ഒഴികെ. ഈ ഒരു ഭയപ്പാട് ജപ്പാനിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനമുണ്ടാക്കി. അങ്ങനെ കീഴ്പ്പെടാനുള്ള വലിയ രീതിയിലുള്ള നിർദ്ദേശം നൽകി. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സൈനിക സുരക്ഷയ്ക്കും ഈ രാജ്യം നശിക്കാതിരിക്കാനും കീഴടങ്ങുക, പരാജയപ്പെടുകയാണ് നല്ലത്, പരാജയപ്പെടാൻ വേണ്ടിയിട്ട് അവർ മുമ്പിൽ കീഴടങ്ങുക, തോറ്റതായിട്ട് സമ്മതിക്കുകയാണ് നല്ലത് എന്നുള്ളൊരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ അവരെത്തി എന്ന് ചുരുക്കം. ഇവിടെ പിന്നീട് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ സ്ഫോടനം നടത്തിയത് കൊണ്ടാണ് തങ്ങൾ ജപ്പാൻ കീഴടങ്ങിയത് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ പറയപ്പെട്ട കാര്യം എവിടെയും എത്താതായി. സോവിയറ്റ് യൂണിയൻ പിന്നീട് രാഷ്ട്രീയ ചരിത്രത്തിൽ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി. പിന്നെ അവർ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരുപാട് ശീതസമരം, 50 കൊല്ലത്തോളം നീണ്ടുന്ന ശീതസമരമൊക്കെ നടത്തിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുമായിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് സൈനിക ശേഷി അതിൽ പറയുന്ന കാര്യമാണ് അമേരിക്കയുടെ സൈനിക ആയുധശേഷി ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ജപ്പാനിലെ സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ താല്പര്യമായിരുന്നു. ഞങ്ങൾ വലിയ രീതിയിലുള്ള ശക്തിയാണ്, ആണവ ഭീകരത കണ്ടിട്ട് എന്ത് ചെയ്യണം? ജപ്പാൻ കീഴടങ്ങണം, അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി തങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയും വേണം. അതും കൂടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ സ്ഫോടനം നടത്തിയത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ സൈനിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അമേരിക്കയുടെ സൈനിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറുന്നു. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കരയുദ്ധം ഒഴിവാക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ നീണ്ടുപോകും. ജപ്പാൻ നേരിട്ട് കരയാക്രമണം നടത്തിയാൽ US സൈന്യത്തിന് വൻ നഷ്ടമുണ്ടാകുന്നതാണ് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അമേരിക്ക നേരിട്ടാണ് കരയാക്രമണം നടത്തുന്നത് എങ്കിൽ അമേരിക്ക ഇറാനിൽ, മറ്റത് അമേരിക്ക ജപ്പാനിൽ. അപ്പോൾ അമേരിക്ക നേരിട്ട് കരയാക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് വൻ നഷ്ടമുണ്ടാകും. 2ാം ലോക യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജപ്പാനാണ്, ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ്. സോവിയറ്റ് യൂണിയൻ്റെ മുന്നേറ്റം എന്ന് പറയുന്ന സമയത്ത് അതേ സോവിയറ്റ് യൂണിയൻ ഇന്ന് റഷ്യയാണ്. റഷ്യയുടെ സഹായം ഇറാന് കിട്ടുന്നു, ഏറെക്കുറെ താരതമ്യം തന്നെയാണ്. പിന്നീട് അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ആയുധശേഷി ഇപ്പോൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല, കാരണം പ്രകടിപ്പിച്ചിടത്തോളം നഷ്ടം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാരണമാണോ ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി ലോകത്തോട് അമേരിക്ക പറഞ്ഞത്, അതേ കാരണങ്ങളും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. എന്നിട്ടും അവരെന്തുകൊണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നില്ല എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സംശയിക്കുന്നു. 2ാമത്തെ ഭാഗം, നമ്മളിപ്പോൾ കേൾക്കുന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ച്, സൈനിക ബലത്തെക്കുറിച്ച്, മിസൈലുകളെക്കുറിച്ച്, എല്ലാ കാര്യത്തെക്കുറിച്ചും പരസ്പരം രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. വളരെ അപൂർവമായ കാര്യങ്ങൾ മാത്രമാണ് ചാനലിലോ വീഡിയോയിലൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു വിഷയം വരുന്നത് 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇറാനിലെ തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ മിയാമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 9,500 കിലോമീറ്ററാണ് ദൂരപരിധി. അതൊരു കടൽ ദ്വീപ് രാജ്യം പോലെയാണ് നിൽക്കുന്നത്. അവരുടെ സ്റ്റേറ്റാണ് മിയാമി എന്ന് പറയുന്നത്.
കടലിനോട് ചേർന്നിട്ടാണ്. മറ്റു ലോക രാജ്യങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അഥവാ ഏതെങ്കിലും തരത്തിൽ ഒരു ആണവായുധ ആക്രമണം ഉണ്ടായാൽ ഒരു പക്ഷേ ഇറാൻ നേരിട്ട് കൊണ്ട് അമേരിക്കയെ ആക്രമിക്കുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. ഇനി ഇറാൻ്റെ കൈവശത്തിൽ ദൂരപരിധിയുള്ള മിസൈൽ ഇല്ലെങ്കിലോ അത് കൊടുക്കാൻ വേണ്ടി കൊറിയയുടെ കൈവശത്തിലുണ്ട്. കൊറിയയുടെ കൈവശത്തിലുള്ള മിസൈലിൻ്റെ ദൂരപരിധി 15,000 കിലോമീറ്ററാണ്. അങ്ങനെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് തിരിച്ചടി കിട്ടും എന്ന് കൃത്യമായ രീതിയിൽ ഈ ഒരു മാസത്തെ കാലയളവിൽ ഇറാൻ തെളിയിച്ചു എന്നൊരൊറ്റ കാരണത്താലാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അമേരിക്ക സംസാരിക്കാത്തത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.